ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്. ഏയ്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെസ്റ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിരുന്ന ഇരവികുളം ദേശീയോദ്യാനം ഏപ്രിൽ 1 വീണ്ടും തുറക്കും. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണമുണ്ടായി. സംഭവത്തിൽ 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാർ നല്ലതണ്ണി കുറുമല സ്വദേശികളായ ശിവ, വിഷ്ണു എന്നിവരാണ് തലയ്ക്ക് ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ മുറിവേറ്റ് ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിൽ കഴിയുന്നത്. സംഭവത്തിൽ നടയാർ സൗത്ത് ഡിവിഷൻ സ്വദേശികളായ 5 യുവാക്കളെ മൂന്നാർ CI രാജൻ കെ അരമനയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. GH റോഡിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇടുക്കി AR ക്യാമ്പിലെ CPO ശ്രീജിത്തിനെ പ്രതികളിലൊരാളായ പ്രഭു ആക്രമിച്ചു. ഇന്നലെ വൈകിട്ട് GH റോഡിൽ കാർമൽ ബിൽഡിംഗിന് സമീപമാണ് സംഘർഷമുണ്ടായത്. 1 വർഷം മുൻപ് കുറുമല ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തോടനുബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഇരുകൂട്ടരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയിരുന്നു. ഇന്നലെയും സമാന പ്രശ്നം പറഞ്ഞ് GH റോഡിൽ വെച്ച് ഇരുകൂട്ടരും ഏറ്റുമുട്ടുകയും പ്രതികൾ ആയുധമുപയോഗിച്ച് പരിക്കേറ്റവരുടെ തലയ്ക്ക് മുറിവേൽപ്പിക്കുകയുമായിരുന്നു. സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനായ ശ്രീജിത്ത് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതികളിലൊരാൾ ആക്രമിച്ചത്. സംഭവം അറിഞ്ഞ് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതികളെ പിടികൂടിയത്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, മൂന്നാർ. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. നിലവിൽ വനംവകുപ്പ് അധീനതപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളം അടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡിന്റെ നവീകരണം സാധ്യമാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം. 1924 വെള്ളപ്പൊക്കത്തിന് ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരിന്തിരിമലയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ യാത്രാസാധ്യമല്ലാത്ത വിധം തകരുകയും ചെയ്തു. പ്രളയാനന്തരം അടിമാലി വഴി ആലുവയെയും മൂന്നാറിനെയും സംബന്ധിച്ച പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ട് കാലക്രമേണ വനംവകുപ്പിന്റെ അധീനതയിലായി. യാത്ര തടസ്സപ്പെട്ടു. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനംവകുപ്പിന് യാതൊരു അധികാരവുമില്ലെന്ന് റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ പറയുന്നു. റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം, കാർഷിക, വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ രാജപാത തുറന്നു കിട്ടണം. അത് ഞങ്ങളുടെ അവകാശമാണ്. കാരണം 10,000-ഓളം ആളുകൾ താമസിക്കുന്ന മാങ്കുളം പഞ്ചായത്തിൽ 4,000-ഓളം ആദിവാസികളും അവരുടെ 13ഓളം കുടികളുമാണുള്ളത്. ഇന്ന് ഒരു ആവശ്യം, മനുഷ്യൻ്റെ ആവശ്യമായ ആശുപത്രി വൈദ്യസഹായം ലഭിക്കണമെങ്കിൽ 35 കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിച്ച് അടിമാലിയിലെത്തി അവിടെ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്ററോളം സഞ്ചരിച്ച് കോതമംഗലത്തെത്തുന്ന സമയത്തില്ല. 40-45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോതമംഗലത്തെത്താവുന്ന എളുപ്പപാതയാണ് രാജപാത ആലുവ മൂന്നാർ റോഡ്. കോതമംഗലത്ത് നിന്ന് അടിമാലി വഴി മൂന്നാറിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ദൂരം 80 കിലോമീറ്ററാണ്. എന്നാൽ പഴയ ആലുവ മൂന്നാർ പാതയിലൂടെ 60 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ മൂന്നാറിലെത്താം. 20 കിലോമീറ്റർ ദൂരം യാത്രയ്ക്കായി ലാഭിക്കാം. കുട്ടമ്പുഴ, പൂയംകുട്ടി, കുറുത്തി, പെരുമ്പൻകുത്ത് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് റോഡ് മൂന്നാറിലെത്തുന്നത്. പൂയംകുട്ടിയിൽ നിന്നും പെരുമ്പൻകുത്ത് വരെയുള്ള 27 കിലോമീറ്റർ റോഡാണ് വനമേഖലയിലൂടെ കടന്നു പോകുന്നത്. നിലവിൽ പെരുമ്പൻകുത്തിൽ നിന്നും കുറുത്തിയിലേക്കുള്ള റോഡ് മാങ്കുളം ജലവൈദ്യുതി പദ്ധതിയിലൂടെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് നവീകരിച്ചിട്ടുണ്ട്. വനവകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീങ്ങുകയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും ചെയ്താൽ രാജപാത ഇടുക്കിയുടെ വികസനത്തിന് പഴമ പേറുന്ന
പുതുവഴിയാകും. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ജനപ്രതിനിധികളും ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് റോഡിനായി വാദിക്കുന്നവരുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. വരയാടുകളുടെ പ്രജനനകാലത്തെ തുടർന്ന് അടച്ചിരുന്ന ദേവികുളം ദേശീയോദ്യാനം ഏപ്രിൽ 1 വീണ്ടും തുറക്കും. വരയാടുകളുടെ പ്രജനനകാലത്തോടനുബന്ധിച്ച് 2 മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിട്ടിരുന്നത്. മധ്യവേനലവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുകൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. വരയാടുകളുടെ പ്രജനനകാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുമ്പ് അടച്ച ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ ഉദ്യാനത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ജനുവരി 31 മുതലായിരുന്നു ഉദ്യാനം അടച്ചത്. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടുന്നത്. ഈ സീസണിൽ ഇതുവരെ 80-ലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക്. ഏപ്രിൽ 20 ശേഷം ഇത്തവണത്തെ വരയാട് സെൻസസ് നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുക കൂടി ചെയ്യുന്നതോടെ സഞ്ചാരികളുടെ തിരക്കിന് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. സിറ്റി വിഷൻ, മൂന്നാർ. രാജക്കാട് മമ്മട്ടിക്കാനം ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. 1 മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ നൽകിയ ആത്മസംതൃപ്തിയിൽ വിശ്വാസികൾ ഈദുൽ ഫിത്തറിന്റെ ഭാഗമായി ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഇമാം മൻസൂർ ബാഖവി, ഇമാം നിസാർ ബാദ്രി എന്നിവർ നിസ്കാര കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. 1 മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ വിശപ്പിനെയും ദാഹത്തെയും സമീകരിച്ചു. സകാത്ത് ദാനധർമ്മങ്ങളിലൂടെ ലഘൂകരിച്ചു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അതിർവരമ്പിനെ മായ്ക്കുന്ന സാമൂഹിക വിപ്ലവമാണ് റമസാന്റെയും ഈദിൻ്റെയും സന്ദേശം. ഈദുൽ ഫിത്തറിൻ്റെ ഭാഗമായി രാജാക്കാട് മമ്മട്ടിക്കാനം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാര പ്രാർത്ഥനകളോടെയാണ് ചെറിയ പെരുന്നാൾ സമാപിച്ചത്. നിരവധി വിശ്വാസികൾ നിസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇമാം മൻസൂർ ഭാഗവി, ഇമാം നിസാർ ബാദ്രി എന്നിവർ നിസ്കാര കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരു മാസത്തോളം നീണ്ടുനിന്ന പുണ്യമായ വ്രതാനുഷ്ഠാനത്തിനോടനുബന്ധിതമായി ഈ പുണ്യമായ വ്രതത്തിന്റെ ലക്ഷ്യമായി തന്നെ പറയുന്ന ഉന്നതമായ ആത്മീയപരമായ ഔന്നിത്യവും ജീവിതത്തിലെ സവിശേഷപരമായ ഗുണങ്ങളും നേടിയെടുത്തുകൊണ്ട് ആ ആർജിച്ചെടുത്ത ഉന്നതമായ ഗുണങ്ങൾ, ജീവിത നിലവാരം അത് എന്നെന്നും ജീവിതത്തിൽ തുടർത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ കോട്ടക്കുടി, സെക്രട്ടറി ജബ്ബാർ പുത്തൻവീട്ടിൽ, ട്രഷറർ നസീർ തണ്ടക്കാലായിൽ, ഭാരവാഹികളായ മുജീബ് ഇടശ്ശേരിക്കുടി, പദീദ് പാറേക്കാട്ടിൽ, അഷറഫ് തണ്ടക്കാലായിൽ, മുഹമ്മദ് പാറേക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. 1 മാസത്തെ വിശുദ്ധ റമളാനിന്റെ നോമ്പിന് ശേഷം എല്ലാ മനുഷ്യരും മനുഷ്യന്മാരുടെ എല്ലാ ക്വാളിറ്റിയുമുള്ള ഒരു സമൂഹമായി മാറിത്തീരുക എന്നുള്ളതാണ് വിശുദ്ധ റമളാനിന്റെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചോ മറ്റുള്ളവരെ സഹായിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്ത്, മറ്റുള്ളവരോട് കരുണയോടുകൂടി പെരുമാറി, തൻ്റെ അയൽക്കാരന് വേണ്ട സേവനങ്ങൾ ചെയ്ത്, തൻ്റെ ഭാര്യയോട്, കുടുംബത്തോട്, നാടിനോടുള്ള എല്ലാ കടമകളും നിറവേറ്റി ഈ 1 മാസക്കാലം ജീവിച്ചതുപോലെ തന്നെ ഇനിയുള്ള കാലവും നല്ല രീതിയിൽ ജീവിക്കുവാൻ ആർജിച്ചെടുത്ത ഊർജം വിനിയോഗിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടത്തപ്പെട്ട കേന്ദ്ര പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഹിബ ഫാത്തിമയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് പായസ വിതരണവും നടത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. രാജക്കാട് പഞ്ചായത്ത് ഇനി സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത്. രാജക്കാട് നടന്ന മാലിന്യമുക്ത പ്രഖ്യാപന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തും പ്രഖ്യാപനം. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് രാജക്കാട് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജക്കാട് പഞ്ചായത്തിൽ മാലിന്യമുക്ത യജ്ഞം നടന്നു വരികയാണ്. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും വിവിധ സന്നദ്ധ സംഘടനകളും പങ്കെടുത്ത മെഗാ ക്ലീനിംഗ് നടന്നു. ടൗണും വിദ്യാ ടൗൺ പരിസരവും
ടൗണും ടൗൺ പരിസരവും വിദ്യാലയങ്ങളും പൊതു ഇടങ്ങളും വീടുകളുമെല്ലാം മാലിന്യമുക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഇന്നലെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തിയത്. ഇന്നലെ നടന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി. ക്ലീൻ ചെയ്തു. വാർഡ് തലത്തിൽ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടെ നിന്ന് അത് മുഴുവനും തന്നെ മാറ്റി നമ്മളത് റിജക്റ്റഡ് പ്ലാസ്റ്റിക് ആയിട്ട് തരംതിരിച്ചു കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കും. നമ്മുടെ മാലിന്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളിപ്പോൾ ഇവിടെ ഇനി പ്രഖ്യാപനം നടത്തി നാളെ ബ്ലോക്ക് തലത്തിൽ ഒരു അന്വേഷണം വരും, അതുപോലെ ജില്ലാ തലത്തിൽ അന്വേഷണം വരും. അപ്പൊ നമ്മുടെ പഞ്ചായത്തില് ഈ മാലിന്യങ്ങൾ കുടുങ്ങിക്കൂടി കിടക്കുന്നത് കാണാനിട വരരുത്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി. ഉഷാകുമാരി മോഹൻകുമാർ സന്ദേശം നൽകി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP സുബീഷ്, ബിജി സന്തോഷ്, പുഷ്പലത സോമൻ, CR രാജു, MS സതി, മിനി ബേബി, വീണ അനൂപ്, പൊതുപ്രവർത്തകരായ കുഞ്ഞുമോൻ, ഷാജി വയലിൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി VS ബിജു തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. സിറ്റി വിഷൻ, രാജക്കാട്. സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തി രാജകുമാരി ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജകുമാരിയിലെ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ക്ലീൻ രാജകുമാരി പ്രഖ്യാപനം നടത്തിയത്. പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും വിവിധ സംഘടനകളും പഞ്ചായത്തിന്റെ മെഗാ ക്ലീനിങ്ങിൽ പങ്കാളികളായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജകുമാരി പഞ്ചായത്ത് ശുചീകരണ യജ്ഞത്തിലായിരുന്നു. രാത്രിയും പകലും പഞ്ചായത്ത് അംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാം സംയുക്തമായി തന്നെ മെഗാ ക്ലീനിംഗ് ക്യാമ്പിൽ പങ്കാളികളായി. ഒടുവിൽ ഇന്നലെ സംസ്ഥാന സർക്കാരിൻ്റെ സീറോ വേസ്റ്റ് പ്രഖ്യാപനത്തോടെ രാജകുമാരിയെയും ക്ലീൻ രാജകുമാരിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ടൗണിലും പരിസരത്തും വിദ്യാലയങ്ങളിലും അങ്ങനെ എല്ലാ പൊതുയിടങ്ങളിലും ഹരിതകർമ്മ സേനാംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും എത്തി വഴിയരികിൽ നിന്നും ശേഖരിച്ച 35 ടണ്ണിലധികം വരുന്ന മാലിന്യങ്ങളാണ് രാജകുമാരിയിൽ നിന്നും ശേഖരിച്ച 2 കമ്പനികൾക്കായി നൽകിയത്. സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി രാജകുമാരി ടൗണിലേക്ക് റാലിയും സംഘടിപ്പിച്ചു. ടൗൺ ചുറ്റി നടന്ന റാലിക്ക് ശേഷം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പൊതുസമ്മേളനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ആശാ സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ സിജു, മർച്ചന്റ് അസോസിയേഷൻ രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് VV കുര്യാക്കോസ്, പഞ്ചായത്ത് അംഗങ്ങളായ M ഈശ്വരൻ, കുമരേശൻ, ബെന്നി, ഡെയ്സി, ജോയി മഞ്ജു തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. യോഗത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളും രാജകുമാരിയെ ക്ലീൻ രാജകുമാരിയാക്കാൻ നേതൃത്വം നൽകിയവരെയും ആദരിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526 8606820526. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം.
സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. Classes pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 9446 966 421. വീണ്ടും വാർത്തയിലേക്ക്. കോൺഗ്രസ് 11-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും വാർഡ് സംഗമങ്ങളുടെ പഞ്ചായത്ത് തല സമാപന സമ്മേളനവും നടത്തി. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ച മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. KPCC ആഹ്വാനപ്രകാരം മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തതിന്റെ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് 11-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും വാർഡ് സംഗമങ്ങളുടെ പഞ്ചായത്ത് തല സമാപന സമ്മേളനവും കള്ളിമാലി വെളുത്തേടത്ത് പറമ്പിൽ സണ്ണിയുടെ ഭവനത്തിൽ വെച്ച് നടത്തി. വാർഡ് പ്രസിഡന്റ് ഏരിയാസ് മുകളിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയതിനു ശേഷം 100 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വിധത്തിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് ശിരസാ വഹിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയ അടിത്തറ ഗാന്ധിസത്തിൽ അധിഷ്ഠിതമാണ്. ഗാന്ധിജിയുടെ സങ്കല്പങ്ങളെ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന വർത്തമാന കാലഘട്ട രാഷ്ട്രീയം, അതിൻ്റെ പല ഭവിഷ്യത്തുകളും നമ്മളിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ ആദ്യമായി എല്ലാ വാർഡുകളിലും കുടുംബസംഗമം സംഘടിപ്പിച്ച മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയെയും മണ്ഡലം പ്രസിഡന്റിനെ സഹായിച്ച മുതിർന്ന നേതാക്കളെയും MP അഭിനന്ദിച്ചു. ഷാജി റാത്തപ്പിള്ളിൽ സ്വാഗതവും TK സുജിത് നന്ദിയും അർപ്പിച്ചു. KPCC അംഗം R ബാലൻപിള്ള, DCC അംഗങ്ങളായ MB ജോസ്, KS അരുൺ, ബെന്നി പാലക്കാട്ട്, ബെന്നി തുണ്ടത്തിൽ, 6-ാം വാർഡ് മെമ്പർ ബിൻസു തോമസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി, കിങ്ങിണി രാജേന്ദ്രൻ, PS സുനിൽകുമാർ, സിജു മങ്കുഴി, പൗലോസ് കൂട്ടുങ്കൽ, സിനി മൂലങ്കുഴി, ഓമന ബാബുലാൽ, ടിൻസൺ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. മാങ്കുളം സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി വനദുർഗാദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവവും പ്രതിഷ്ഠാ വാർഷികവും പൊങ്കാലയും ഏപ്രിൽ 1 മുതൽ 7 വരെ നടക്കും. 1 രാവിലെ 10-നും 11-നും ഇടയിൽ ഉത്സവത്തിന് കൊടി ഉയരും. 6-ന് ക്ഷേത്രത്തിൽ പൊങ്കാലയും 7-ന് താലപ്പൊലി ഘോഷയാത്രയും നടക്കും. മാങ്കുളം സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി വനദുർഗാദേവി ക്ഷേത്രത്തിൽ 7 ദിവസം നീളുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് ഏപ്രിൽ 1-ന് തുടക്കം കുറിക്കുന്നത്. 1-ന് രാവിലെ 10-നും 11-നും ഇടയിൽ ശിവഗിരി മഠം തന്ത്രി ബ്രഹ്മശ്രീ ശിവനാരായണ തീർത്ഥസ്വാമി, ക്ഷേത്രം മേൽശാന്തി ജോഷി നാരായണൻ, സജി ശാന്തി, രവീന്ദ്രൻ ശാന്തി, അനന്തു ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയുയരും. 2-ന് രാവിലെ മഹാഗണപതി ഹോമവും വൈകിട്ട് സർപ്പപൂജയും 100 പാലും സർപ്പം പാട്ടും നടക്കും.
3 രാവിലെ മഹാമൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് ഗുളികന് മേശ വഴിപാട്, 4 വൈകിട്ട് 7 ഭഗവതി സേവ, 5 രാവിലെ രക്ഷസിന് വിശേഷാൽ പൂജ, പാൽപായസം, വൈകിട്ട് മഹാസുദർശന ഹോമം എന്നിവയും നടക്കും. 6 രാവിലെ 10 പൊങ്കാല മഹോത്സവം നടക്കും. വൈകിട്ട് 6 പള്ളിവേട്ടയും തുടർന്ന് ഗാനമേളയും അരങ്ങേറും. ഉത്സവത്തിന്റെ 7ാം ദിവസം വൈകിട്ട് ആറാട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. തുടർന്ന് താളങ്കണ്ടത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്രയും നടക്കും. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മാങ്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുത്സവം ഏപ്രിൽ 1-ാം തീയതി രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറുകയാണ്. ഈ അവസരത്തിൽ അടിമാലി യൂണിയൻ്റെ നേതാക്കളും വനിതാ സംഘം നേതാക്കളും യൂത്ത് മൂവ്മെൻ്റ് നേതാക്കളും ഉൾപ്പെടെയുള്ള നേതാക്കളും മാങ്കുളത്തെ മുഴുവൻ ഭക്തജനങ്ങളും ഈ അവസരത്തിൽ പങ്കെടുക്കുന്നതാണ്. ശേഷം ബാക്കി 1 തൊട്ട് 7 വരെയാണ് ക്ഷേത്ര തിരുത്സവം. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും 3 നേരം അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിൽ കലാസന്ധിയും അരങ്ങേറുമെന്ന ക്ഷേത്രം പ്രസിഡന്റ് ഷിജി കരിക്കനാട്ട്, സെക്രട്ടറി മോഹൻദാസ് മുകളിൽ, വൈസ് പ്രസിഡന്റ് സീമ കലേഷ്, ആഘോഷ കമ്മിറ്റി കൺവീനർ കലേഷ് കുമാർ മുണ്ടപ്ലാക്കൽ എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. മാങ്കുളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്ന ആലുവ മൂന്നാർ പഴയ രാജപാത, മലയോര ഹൈവേ എന്നീ റോഡുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടുന്ന തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മാങ്കുളത്ത് സർവകക്ഷി യോഗം നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA യോഗത്തിൽ പങ്കെടുത്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും സമീപിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചതായി യോഗശേഷം MLA പറഞ്ഞു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു മാങ്കുളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്ന ആലുവ മൂന്നാർ പഴയ രാജപാത, മലയോര ഹൈവേ എന്നീ റോഡുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടുന്ന നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി സർവകക്ഷി യോഗം നടന്നത്. അഡ്വക്കേറ്റ് എ രാജ MLA യോഗത്തിൽ പങ്കെടുത്തു. ഇളംപ്ലാശ്ശേരി മുതൽ കുറുത്തിക്കുടി വരെയുള്ള ഭാഗത്തെ യാത്രയ്ക്കായി നിലനിൽക്കുന്ന തടസ്സം സംബന്ധിച്ചും വനംവകുപ്പിന്റെ ഇടപെടൽ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളും ഇതുവഴിയുള്ള യാത്രാ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും സമീപിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചതായി യോഗശേഷം MLA പറഞ്ഞു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ഒരു സർവകക്ഷി യോഗം നടത്താൻ തീരുമാനിച്ചത് 2013 കേരളത്തിലെ ഗവൺമെൻറ് മലയോര ഹൈവേ ആയി പ്രഖ്യാപിച്ച മാങ്കുളം പെരുമ്പങ്കുത്ത് അതുപോലെ എളംപ്ലാശ്ശേരി വഴി കടന്നു പോകുന്ന റോഡ് മലയോര ഹൈവേ ആയി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് 2021 ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു യോഗം ചേർന്ന് അലൈൻമെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നിർണാക്കുന്നിൽ, മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മലയോര ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും രാജപാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. ഇരുപാതകളുടെയും കാര്യത്തിൽ ഇതുവരെയുണ്ടായിട്ടുള്ള പുരോഗതിയും കോടതി വ്യവഹാരങ്ങളുടെ തൽസ്ഥിതിയടക്കമുള്ള കാര്യങ്ങളും വിവിധ ആളുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു. പാതകളുടെ കാര്യത്തിൽ നിയമസഭയിൽ താൻ എടുത്തിട്ടുള്ള നിലപാടുകളും ഇടപെടലുകളും യോഗത്തിൽ MLA വ്യക്തമാക്കി. പാതകൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി ഭരണതലത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ MLAക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിൽ പ്രത്യേക നമസ്കാര ചടങ്ങുകൾ നടന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ചീഫ് ഇമാം ആഷിഖ് അൽ കൗസരി കാസിം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാനവ സൗഹാർദ്ദം തന്നെയാണ് ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ആഘോഷം മുമ്പോട്ട് വയ്ക്കുന്ന സന്ദേശമെന്ന് ചീഫ് ഇമാം പറഞ്ഞു. മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിലെ പുരോഹിതർ ചെറിയ പെരുന്നാൾ ആശംസ അറിയിച്ച് ടൗൺ ജുമാ മസ്ജിദിലെത്തിയത് മതസൗഹാർദ്ദത്തിന്റെ നല്ല കാഴ്ച കൂടിയായി. ത്യാഗത്തിന്റെയും പങ്കുവെക്കലിന്റെയും സ്മരണ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. 30 ദിനരാത്രങ്ങൾ പിന്നിട്ട നോമ്പുകാലത്തിന്റെ മഹത്വം വിളിച്ചോതി വിശ്വാസികൾ പുതുവസ്ത്രമണിഞ്ഞു പരസ്പരം ആശ്ലേഷിച്ചും ആഘോഷങ്ങളിൽ പങ്കുചേർന്ന്
ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാർ ടൗൺ ജുമാ മസ്ജിദ് പ്രത്യേക നമസ്കാര ചടങ്ങുകൾ നടന്നു. പ്രാർത്ഥന ചടങ്ങുകൾക്ക് ചീഫ് ഇമാം ആഷിഖ് അൽ കൗസരി കാസിം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാനവ സൗഹാർദ്ദം തന്നെയാണ് ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ആഘോഷവും മുമ്പോട്ട് വയ്ക്കുന്നതെന്ന് ചീഫ് ഇമാം പറഞ്ഞു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് മാനവ സൗഹാർദ്ദം തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസക്കാലം നീണ്ടു നിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസി സമൂഹം തൻ്റെ റബ്ബുമായി അള്ളാഹുവുമായി കൂടുതലായിട്ട് അടുക്കുകയും ആ റബ്ബ് ലോക രക്ഷിതാവുമായിട്ടുള്ള ഈ അടുപ്പം തൻ്റെ സഹജീവികളിലേക്ക് വിധാനിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശം ഇത് കൊടുക്കുന്നുണ്ട്. മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിലെ പുരോഹിതർ ചെറിയ പെരുന്നാൾ ആശംസ അറിയിച്ച ടൗൺ ജുമാ മസ്ജിദിൽ എത്തിയത് മതസൗഹാർദ്ദത്തിന്റെ നല്ല കാഴ്ച കൂടിയായി. നമുക്കറിയാം, ഈദ് മുബാറക് എന്ന് കേൾക്കുമ്പോൾ തന്നെ സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു തിരുനാളായത്. മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവരിലുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നൂറുകണക്കിന് വിശ്വാസികൾ നിസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. 30 ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ നിറവിൽ നന്മകളാൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ സ്വീകരിച്ചത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും പെരുന്നാൾ നമസ്കാര ശേഷം ബന്ധുമിത്രാദികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ സന്തോഷത്തിൽ പങ്കുചേർന്നു. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിരുന്ന ഇരവികുളം ദേശീയോദ്യാനം ഏപ്രിൽ 1 വീണ്ടും തുറക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്.
20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പേ, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.